പ്രയാണം. നോമ്പുകാല ചിന്തകൾ. 25-ാം ദിനം. യോഹന്നാൻ സ്വന്തമാക്കിയ സമ്മാനം നമുക്കും നേടാം. അതിനുള്ള അവസരമത്രേ നോമ്പുകാലം. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവിടുന്ന് ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. നരവംശത്തിലെ ആദ്യ അമ്മ ഹൗവ പാപം ചെയ്തു. അങ്ങനെ നാം കഷ്ടപ്പാടുകൾക്കും മരണത്തിനും വശമതരായി. നോമ്പിലെ വിശുദ്ധ നാളിൽ പാപത്തെയും മരണത്തെയും തോൽപ്പിക്കുന്ന ക്രൂശിതനും അവിടുത്തെ കുരിശിൻ ചുവട്ടിൽ പാപമില്ലാത്ത അമ്മ മറിയവും നിൽക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മനുഷ്യകുലം മാറുന്നു. വീണുപോയ ആദ്യത്തെ അമ്മയെപ്പോലെയല്ല മറിയം എന്ന അമ്മ. അവൾ ദൈവത്തിൻ്റെ അമ്മയാണ്. മറ്റെല്ലാവരും അവിടുത്തെ ഉപേക്ഷിക്കുമ്പോൾ അവൾ അവനോടൊപ്പം കുരിശിൻ നിഴലായി കൂടെ ചരിക്കുന്നു. കാൽവരിയിൽ മറിയം തനിച്ചല്ല. ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ യോഹന്നാൻ അവളോടൊപ്പമുണ്ട്. വിശ്വസ്തനായ ഈ ശിഷ്യൻ കുരിശുമരണത്തിന് സാക്ഷിയായി നമ്മുടെ പ്രതിനിധിയായി കുരിശിൻ ചുവട്ടിൽ നിലകൊള്ളുന്നു. അവൻ അവസാനം വരെ ഗുരുവിനെ സ്നേഹിക്കാൻ തയ്യാറാണ്. മറ്റുള്ളവരെല്ലാം കുരിശിൽ നിന്ന് ഓടി അകലുമ്പോൾ കുരിശിലേക്ക് അവനെ വലിച്ചഴിപ്പിക്കുന്ന ദിവ്യസ്നേഹം അവൻ തിരിച്ചറിയുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ കാൽക്കൽ അഭയം തേടേണ്ട പുണ്യദിനങ്ങളാണ് നോമ്പുകാലം. യോഹന്നാന് അതറിയാമായിരുന്നു. ക്രൂശിതനിലുള്ള അവൻ്റെ വിശ്വാസത്തിന് ക്രൂശിതൻ തന്നെ അവന് പ്രതിഫലം നൽകുന്നു. യോഹന്നാനെ മറിയത്തിനും മറിയത്തെ യോഹന്നാനായും ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ ബലമേൽപ്പിച്ചതുവഴി യേശു മറിയത്തെ ബഹുമാനിക്കുകയും കുരിശിൽ യേശു പുത്രസ്നേഹത്തിൻ്റെ മുദ്ര ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു. യേശുവിനെ അനുഗമിക്കുവാൻ ലോകത്തെ ഉപേക്ഷിച്ച യോഹന്നാന് ഇപ്പോൾ മറിയം അമ്മയായി. അവനെല്ലാം നേടിയിരിക്കുന്നു. യോഹന്നാൻ സ്വന്തമാക്കിയത് നേടാൻ നമുക്ക് ലഭിക്കുന്ന സുവർണ അവസരമാണ് നോമ്പുകാലം. യേശു മറിയത്തെ നമ്മുടെ അമ്മയാകാൻ തന്നിരിക്കുന്നു. നാം ഇപ്പോൾ അവളുടെ മക്കളാണ്. ഈ മഹാരഹസ്യത്തോട് ഹൃദയം തുറന്ന് നാം പ്രതികരിക്കണം. ദൈവമാതാവിനെ നമ്മുടെ അമ്മയാക്കണം. രാത്രിയിൽ അന്ധകാരം കൂടുകയും പേടി സ്വപ്നങ്ങൾ കിടക്കയിൽ പിന്തുടരുകയും ചെയ്യുമ്പോൾ ഏതൊരു കുട്ടിയും തൻ്റെ അമ്മയുടെ സ്നേഹവലയത്തിലേക്ക് ഓടിയെടുക്കുന്നത് പോലെ നമുക്ക് മറിയത്തെ സമീപിക്കാം. നമ്മുടെ കാലഘട്ടത്തിലെ ഭയാനകമായ തിന്മകൾക്കിടയിലും വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നത് പോലെ മഹത്തായ ഒരു രൂപാന്തരനഗത്തിൽ പൊടിയിൽ നിന്ന് വെളിച്ചത്തിലേക്കും അശുദ്ധിയിൽ നിന്ന് ശുദ്ധതയിലേക്കും പാപത്തിൽ നിന്ന് പരിശുദ്ധിയിലേക്ക് മാറാൻ നമുക്ക് അവസരമുണ്ട്. തൻ്റെ അമ്മയെ സ്നേഹിക്കാൻ ക്രൂശിതൻ നമ്മോട് നിർദ്ദേശിക്കുന്നു. കാരണം അവൾ കൃപയുടെ മാതാവാണ്. അവളുടെ മധ്യസ്ഥതയാൽ ദൈവകൃപ നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്നു. കൃപയുടെ സുവർണ ശൃംഖലയിൽ അംഗമാകുവാൻ മറിയത്തിലേക്ക് തിരിയുവാൻ യേശു നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം മറിയത്തെ തൻ്റെ എല്ലാ കൃപകളുടെയും ഖജാൻജിയും കാര്യനിർവാഹകയും വിതരണം ചെയ്യുന്നവളായും തിരഞ്ഞെടുത്തു. അങ്ങനെ അവിടുത്തെ എല്ലാ കൃപകളും സമ്മാനങ്ങളും അവളുടെ കൈകളിലൂടെ കടന്നു പോകുന്നു. വിശുദ്ധ മോൺഫോർട്ടിൻ്റെ ഈ ഉദ്ബോധനം നമുക്ക് മറക്കാതിരിക്കാം. നോമ്പുകാലത്ത് കുരിശിൻ ചുവട്ടിലെ നമ്മുടെ അമ്മയായ മറിയത്തിലേക്ക് അടുക്കലേക്ക് നമുക്ക് തിടുക്കത്തിൽ യാത്ര ചെയ്യാം. അവളുടെ സ്നേഹവും കരുതലും വാത്സല്യവും വേണ്ടുവോളം ആസ്വദിച്ച് ജീവിതം ധന്യമാക്കാം.